ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലും ഫെഡറലിസത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് തമിഴ്നാട്ടിലെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ. വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രികഴകം ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം വളരെ വ്യക്തമാണ്. വിദ്യാഭ്യാസത്തെ ഭരണഘടനയുടെ കൺകറന്റ് പട്ടികയിൽ നിന്ന് മാറ്റി വീണ്ടും സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്നാണത്. എന്തുകൊണ്ടാണ് ടി.വി.കെ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്? ഇതിന് പിന്നിലെ ഭരണഘടനാപരമായ കാരണങ്ങളും നിലവിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. നീറ്റ് പരീക്ഷയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും കേവലം ഒരു പരീക്ഷാ നടത്തിപ്പിലെ വീഴ്ച മാത്രമല്ലെന്നാണ് ടി.വി.കെ ചൂണ്ടിക്കാണിക്കുന്നത്. കേന്ദ്രീകൃതമായ ഒരു പ്രവേശന പരീക്ഷാ രീതി ഗ്രാമീണ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും സംസ്ഥാനത്തെ ബോർഡ് സിലബസിൽ പഠിക്കുന്നവർക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കോച്ചിംഗ് സെന്ററുകളെ ആശ്രയിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രം പ്രാപ്യമാകുന്ന ഒരു സംവിധാനമായി നീറ്റ് മാറിയിരിക്കുന്നു എന്ന വിമർശനം വ്യാപകമാണ്. ഇതിനുള്ള ശാശ്വത പരിഹാരം കാണണമെങ്കിൽ രാജ്യത്തെ വിദ്യാഭ്യാസ അധികാരഘടനയിൽ മാറ്റം വരണമെന്നാണ് ടി.വി.കെ വ്യക്തമാക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ 1976 42-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുൻപ് വരെ വിദ്യാഭ്യാസം പൂർണ്ണമായും സംസ്ഥാന പട്ടികയിലായിരുന്നു. അതായത് അതത് സംസ്ഥാനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇതിനെ കൺകറന്റ് പട്ടികയിലേക്ക് മാറ്റിയതോടെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നഷ്ടപ്പെടുകയും കേന്ദ്ര ഇടപെടലുകൾ വർദ്ധിക്കുകയും ചെയ്തു. ഇവിടെ ടി.വി.കെ ഉന്നയിക്കുന്ന പ്രധാന നിർദ്ദേശങ്ങൾ 3 എണ്ണമാണ്. 1. നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കുക. 2. വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം പൂർണ്ണമായും സംസ്ഥാന പട്ടികയിലേക്ക് തിരികെ മാറ്റുക. 3. ഇതൊരു ഭരണഘടനാ ഭേദഗതി ആയതിനാൽ നടപ്പിലാക്കാൻ നിയമപരമോ നടപടിക്രമപരമോ ആയ കാലതാമസം നേരിടുകയാണെങ്കിൽ ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ ഒരു സ്പെഷ്യൽ കൺകറന്റ് ലിസ്റ്റ് രൂപീകരിക്കുക. ഇതിലൂടെ വിദ്യാഭ്യാസ നയങ്ങളിലും പ്രവേശന നടപടികളിലും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണമായ ഡിസിഷൻ മേക്കിംഗ് അധികാരം ലഭിക്കും. കേന്ദ്ര സ്ഥാപനങ്ങളായ എയിംസ് ഉൾപ്പെടെയുള്ളവയിലേക്ക് വേണമെങ്കിൽ കേന്ദ്രത്തിന് പരീക്ഷ നടത്താമെങ്കിലും സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ടി.വി.കെ വാദിക്കുന്നു. ഏറ്റവും പുതിയ സംഭവവികാസങ്ങളിലേക്ക് വന്നാൽ നീറ്റ് തർക്കം ഡൽഹിയിലും ചെന്നൈയിലും വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അടുത്തിടെ ചെന്നൈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രശസ്ത ഗായകൻ തെരുക്കുറുക്കൽ അറിവ് നീറ്റിനെതിരെ ഒറ്റയ്ക്ക് നടത്തിയ സമരം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് മുഖ്യമന്ത്രി വിജയ് അദ്ദേഹത്തെ നേരിട്ട് സെക്രട്ടേറിയറ്റിലെ ഓഫീസിലേക്ക് വിളിച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ടി.വി.കെ പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവനയിൽ കേവലം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട നീറ്റ് റദ്ദാക്കുമെന്ന് വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല തങ്ങളുടേതെന്നും മറിച്ച് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ വീണ്ടെടുക്കുകയാണ് യഥാർത്ഥ പരിഹാരമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ നീറ്റ് എന്ന ഒറ്റ പരീക്ഷയോടുള്ള എതിർപ്പ് എന്നതിലുപരി ഇന്ത്യയിലെ ഫെഡറൽ തത്വങ്ങളും സംസ്ഥാനങ്ങളുടെ സ്വയംഭരണ അവകാശവും വീണ്ടെടുക്കാനുള്ള വലിയൊരു രാഷ്ട്രീയ ഭരണഘടനാ പോരാട്ടമായി വിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുയരുന്ന ഈ ശബ്ദം വരും ദിവസങ്ങളിൽ ദേശീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്.